സൂപ്പർ മാർക്കറ്റിൽ പോയി ഷോപ്പിംഗ് നടത്തുന്നത് നമുക്ക് കാണാം. അവർക്ക് അതാണ് തൃപ്തി. നമ്മളാണെങ്കിൽ അയ്യോ അമ്മച്ചി ഞാൻ മേടിച്ചോണ്ട് വരാന്നൊക്കെ പറഞ്ഞാൽ അതവർക്ക് വലിയ കുറച്ചിലാണ്. എന്താ എന്നെ കൊണ്ട് സാധിക്കത്തില്ലേ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസ്കാരമാണ് അവരുടേത്. നമ്മുടേത് കുറച്ചുകൂടെ ആശ്രയിക്കുന്ന സംസ്കാരം. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഒന്ന് സ്വയം പര്യാപ്തരാക്കാൻ നമ്മുടെ മക്കളെ സമ്മതിക്കത്തില്ല അല്ലേ. 23 വയസ്സായ മകനെ പോലും കടയിൽ വിടാതെ, കടയിൽ പോകാൻ അനുവദിക്കാത്ത മാതാപിതാക്കൾ ഈ ചുറ്റുവട്ടത്തുണ്ട്. വേറെ ഒത്തിരി ദൂരെ പോകണ്ട. കാരണം നമ്മൾ അവരെ ഇങ്ങനെ കണ്ടമാനം സംരക്ഷിച്ച് വളർത്തുന്നതുകൊണ്ടായിരിക്കും നമ്മൾ വളരെ പെട്ടെന്ന് പ്രായമായി പോകുന്നതും നമ്മളെ കൊണ്ട് എപ്പോഴും ആരെങ്കിലുമൊക്കെ വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. ഇത് രണ്ട് സംസ്കാരമായിട്ട് തോന്നിയിട്ടുണ്ട്. രണ്ടിൻ്റെതായ ഗുണങ്ങളുണ്ട്. നമ്മുടെ ഒരു ഗുണം, നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ട്. മാതാപിതാക്കള് മക്കളുടെ കൂടെയൊക്കെ ജീവിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അവർക്കതൊന്നുമില്ല. അപ്പോൾ നമുക്കും ഓരോ നിമിഷവും, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഉപകാരപ്രദമായിട്ട് ജീവിക്കാൻ സാധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ സുവിശേഷം വളരെ കട്ടികൂടിയ വചനമാണ്. വിവാഹത്തെയും ബ്രഹ്മചര്യത്തെയൊക്കെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളോട് ഇപ്പം എന്നാ പറയാൻ, എല്ലാവരും കല്യാണം എല്ലാം കഴിച്ച ഒരു പ്രായമായി മടുത്തു. കുറച്ച് പേരൊക്കെ കല്യാണം കഴിച്ച് മടുത്തവരൊക്കെ ഉണ്ട്. എൻ്റെ കർത്താവേ, അടുത്ത ജന്മത്തിൽ ഇനി ബ്രഹ്മചര്യം മതിയെന്ന് ചിന്തിക്കുന്നവരൊക്കെ കാണും. ഞങ്ങൾ ബ്രഹ്മചാരികളാണെങ്കിൽ അടുത്ത ജന്മത്തിൽ കല്യാണം കഴിക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ തമ്മിലുള്ള വ്യത്യാസം. ആർക്കും അവരവരുടെ ജീവിതം ഏറ്റവും നല്ലതാണെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കർത്താവ് ഈ ബ്രഹ്മചര്യത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും എല്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ പൗലോസ്ലീഹായി പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. നിങ്ങളെല്ലാവരും എന്നെ പോലെ ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിഭാര്യനായിരുന്നു എന്നാണ് പറയുന്നത്. ഭാര്യ മരിച്ചുപോയി, അതുകൊണ്ട് ഇനിയും വേറെ ബന്ധത്തിനൊന്നും പോകണ്ട, എന്നെ പോലെയൊക്കെ ജീവിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. കർത്താവ് പറയുന്നത് വരം ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും ബ്രഹ്മചര്യം ജീവിക്കാനായിട്ട് സാധിക്കുകയാണ്. അതിന് പ്രത്യേക വരം വേണം. അതിനു മുമ്പ് കുടുംബത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച് എല്ലാം പറയുന്നു. നമ്മുടെ ഈ വിവാഹ ബന്ധത്തിലാണെങ്കിലും ഒരു ബന്ധത്തിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഏത് ബന്ധത്തിലുമാണ്. എല്ലാ ബന്ധങ്ങളും ആരംഭിക്കുന്നത് ശാരീരികമായ അടുപ്പത്തിലാണ്. അതിനെക്കുറിച്ച് പൗലോസ്ലീഹായും പറയുന്നുണ്ട്, കർത്താവും പറയുന്നു. ശാരീരികമായ അടുപ്പത്തിലാണ് എല്ലാ ബന്ധങ്ങളും ആരംഭിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധവും ശാരീരികമായ ഭയങ്കരമായ അടുപ്പത്തിലാണ്. നമ്മൾ അപ്പന്മാർക്കെല്ലാം അമ്മമാരോട് അസൂയ തോന്നുന്ന ഒരു കാലമുണ്ട്. അതെന്നറിയാമോ? കൊച്ചു കുഞ്ഞിനെ അപ്പൻ എടുത്ത ഉടനെ കൊച്ചു കരയാൻ തുടങ്ങും, അമ്മ എടുത്ത ഉടനെ കരച്ചിൽ നിർത്തും. നമുക്ക് ദേഷ്യം വരുവാണെങ്കിൽ ഞാനെടുത്ത് എന്നാ പഴം, എന്നെ കൊച്ചല്ലേ, അതൊന്നും പറയേണ്ട കാര്യമില്ല. കൊച്ചിനെ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതാരാ അപ്പൻ. പക്ഷെ കൃത്യമായിട്ട് അമ്മയെ തിരിച്ചറിയാം. അതാണ് കുഞ്ഞിൻ്റെ വിശ്വാസം. കുഞ്ഞ് അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അത്രയും ശരീരത്തോട് ഒട്ടിപ്പിടിച്ചുള്ള ഒരു ജീവിതമാണ് ആദ്യ മാസങ്ങളിൽ നമ്മൾ കാണും. പിന്നെ പതുക്കെ കുഞ്ഞ് അമ്മയിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് കാണും. നടന്ന് ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി, നീന്തിപ്പോയി, അങ്ങനെ അകന്നകന്ന് പോവുകയാണ്. പക്ഷെ അപ്പോഴും അമ്മയുമായിട്ടുള്ളൊരു ബന്ധം വർദ്ധിക്കുന്നതനുസരിച്ച് കുഞ്ഞ് തനിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ്, അതായത് ശാരീരികമായ അടുപ്പം മാറിക്കഴിയുമ്പോൾ പക്ഷെ പ്രായമാകുന്നവർ ശാരീരികമായ അടുപ്പം കുറയും അല്ലേ. അമ്മയും കുഞ്ഞും തമ്മിൽ എപ്പോഴും ഒട്ടിമുട്ടി ഇരിക്കുകയല്ല. തന്നെ നടക്കണം, തന്നെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴും മാനസികമായ അടുപ്പം വർദ്ധിക്കുകയാണ്. മാനസികമായ അടുപ്പം, ഈ മാതാപിതാക്കളുടെ മാനസികമായ അടുപ്പമുള്ള മക്കൾ നല്ല ആത്മവിശ്വാസമുള്ളവരായിരിക്കും എന്ന് പറയും. അവർക്ക് തനിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഉള്ളിൻ്റെ ഉള്ളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നും മാതാപിതാക്കൾ ഇവിടെ ഉണ്ടെന്നും ഒക്കെ ഒരു ചിന്തയുണ്ട്. എന്ന് പറയുന്ന പോലെയാണ് ദാമ്പത്യ ജീവിതം. ആദ്യമൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ മുട്ടി ഉരുമിയൊക്കെ ഉള്ളൊരു നടപ്പ്. നിങ്ങളൊക്കെ ഓർത്താൽ മതി, ആദ്യ കാലങ്ങളൊക്കെ എൻ്റെതായിരുന്നു അല്ലേ. ഒന്നും പറയണം, ആരെ കൊണ്ടല്ല എന്തെല്ലാം പറയിച്ചതാണ് നമ്മൾ. അപ്പോൾ പണ്ട് കാലത്ത് ഈ നവവധൂവരന്മാര് വിരുന്നിന് പോകുന്ന ഒരു കാഴ്ചയാണ്. നിങ്ങൾ ചോദിക്കും, പിതാവ് ഇതെല്ലാം വായി നോക്കി നിൽക്കുമായിരുന്നു. പഴയ കാലമല്ല. അപ്പോൾ ഇവർ ഈ പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത്.
അപ്പോൾ പ്രൈവറ്റ് ബസ് നമ്മൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ ഇങ്ങനെ ഈ ബസ് എപ്പോഴാണ് വിടുന്നതെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് പാർട്ടികൾ വരുന്നു. എന്താണ്? മുട്ടി ഉരുമിയാണ് വരുന്നത്. അത് അവനെ കാണുമ്പോൾ അറിയാം, അവന് രണ്ടാം ദിവസമാണ് ആ മുണ്ട് കൊടുക്കുന്നത്, കസവ് കൊണ്ടുവന്നു. അവളാണെങ്കിൽ എടുത്താൽ പോകാത്ത ഒരു മന്ത്രകോടിയൊക്കെ കൊടുത്ത് അവർ രണ്ടുപേരും മുട്ടി ഒരുമി നടക്കാനുള്ള ഒരവസരം കളയത്തില്ല. അങ്ങനെ മുട്ടി ഒരുമി അവനെ കണ്ട് വന്ന എല്ലാ ബസ്സും നോക്കും. നമ്മുടെ വണ്ടിയെ നോക്കുമ്പോൾ നമുക്ക് പോയേക്കാം, ചങ്ങനാശ്ശേരി മാമൂട് വരെ എങ്ങാണ്ട് പോയാൽ മതി, ഫാസ്റ്റേലാണ് കയറിയിരിക്കുന്നത്. അപ്പം എന്നിട്ട് എന്തൊരു വലിയ അധികാരഭാവത്തിൽ വന്ന് രണ്ടുപേരും കൂടെ ഒരു സീറ്റേ ഇരിക്കണം. അതൊക്കെ ഭയങ്കര നിർബന്ധം ആദ്യ മാസങ്ങളിൽ അല്ലേ, ഒരു സീറ്റേൽ ഇരിക്കണം. നമ്മുടെ വല്ലോ പ്രൈവറ്റ് ബസ്സിൽ 2 പേർക്ക് ഒരുമിച്ചിരിക്കാൻ മാത്രമുള്ള വലിപ്പമുണ്ടോ സീറ്റിന്? 1.5 പേർക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞെരുങ്ങി അതിനകത്ത് ഇരിക്കുക. എന്നിട്ട് അവനാ ഇടത്ത് കൈ എടുത്ത് പെണ്ണിൻ്റെ തോളത്തോടൊക്കെ ഇട്ട് അങ്ങനെ പെണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് അവൻ യാത്ര ചെയ്യുക. വണ്ടി അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ പെണ്ണിന് ഓരോരോ കാര്യങ്ങൾ കാട്ടിക്കൊടുക്കാൻ. ഇതാണ് ഓട്ടോറിക്ഷ. ഉടനെ അവൾ ഓർക്കുക ഇതായിരുന്നു. ഞാൻ ഓർത്തത് ജീപ്പായിരിക്കും, ഇതിവിടുത്തെ പുതിയ കെട്ടിടമാണ്, ചങ്ങനാശ്ശേരി വല്ലോ പുതിയ കെട്ടിടങ്ങൾ. അപ്പോൾ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാറപ്പള്ളിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ കാണിച്ചു കൊടുക്കാനൊന്നും ഇല്ല. അപ്പോൾ പിന്നെ പുറത്തോട്ട് നോക്കാതെ ആരെങ്കിലും എൻ്റെ പെണ്ണിനെ തോണ്ടുകയോ മാന്തുകയോ എല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് സംരക്ഷണം ഭിത്തിത. അങ്ങനെ ഗംഭീര യാത്രയാണ്. മാമൂട്ടായം ഇറങ്ങി പോവുകയും ചെയ്തു. ഒരു 6 മാസം കഴിഞ്ഞ് നമ്മൾ ഇതേ പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കുമ്പോൾ കാണാം ഒരുത്തൻ ഒരു കൊലുന്നും പാൻസും ഒരു ഷർട്ടും ഇട്ട് കഷത്തിലൊരു കുടയും വെച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നു. പുറകെ ഒരു പെണ്ണ് ഒരു ചുരിദാറും ഒക്കെ ഇട്ട് 2 കൈക്കകത്ത് 2 ബാഗും ഒക്കെ ആയിട്ട് അകലെയായി അവരെ അനുഗമിക്കുന്നു. നമ്മളിവിടെ ഈ പാർട്ടികൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് 6 മാസങ്ങൾക്ക് മുമ്പ് റൊമാൻറ്റിക് കപ്പിളായിട്ട് ബസ്സേ കയറി അതേ പാർട്ടികളാണിത്. അവർക്കിപ്പോൾ മുട്ടി ഒരുങ്ങി നടക്കുകയും വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ട് ഏറ്റവും സങ്കടം അതല്ല, ബസ് കയറാൻ വന്നിട്ട് അവൻ പറയാം, എടി നീ അവിടെ കയറി കേട്ടോ, ഞാൻ പുറകിലുണ്ടെന്ന്. അപ്പൊ നമ്മൾ ഓർക്കണേ ഇവർക്ക് ഇല്ല പറ്റി, ഇവർ വഴക്കായോ അടിയായോ? അത് വഴക്കും അടിയായതിൻ്റെ ഒന്നുമല്ല, അതൊരു ബന്ധത്തിന്റെ സ്വാഭാവികമായ ഒരു വളർച്ചയാണ്. എന്താണ്? ആദ്യം ശാരീരികമായ അടുപ്പത്തിലാണ് ആരംഭിക്കുന്നത്. പക്ഷേ തുടങ്ങിക്കഴിയുമ്പോൾ മാനസികമായ അടുപ്പം വർദ്ധിക്കും. മാനസികമായ അടുപ്പം വർദ്ധിക്കുമ്പോൾ എപ്പോഴും ശാരീരിക അടുപ്പം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം ഞാൻ പുറകിൽ ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവന് ഉറപ്പാണ് ഞാൻ പുറകിൽ ഇരുന്നാലും ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ തന്നെ അവൾ ഇറങ്ങിക്കോളും. പിന്നെ അവൾക്ക് ഉറപ്പാണ് അയാൾ പുറകിലാണെങ്കിലും എൻ്റെ വണ്ടിക്കൂലി അങ്ങേരെ എടുത്തോളൂ. ഈ മാനസികമായ ഉറപ്പിലാണ് ഈ 2 പേരും അവിടെ ഇരിക്കുന്നത്. ഒരു പ്രശ്നമില്ല, മാനസികമായ അടുപ്പമാണ്. ഇത് കഴിഞ്ഞ് ഇവർ പിന്നെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി ഒരു പ്രായമൊക്കെ ആയി പതുക്കെ ഇവർ തമ്മിലൊരു ആത്മീയമായ അടുപ്പം വർദ്ധിച്ചു വരും. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊക്കെ ആത്മീയമായ അടുപ്പം വർദ്ധിക്കാൻ സമയമായി കേട്ടോ. ഇനിയും ഈ 2-3 വർഷം കൂടെ കഴിയട്ടെന്ന് വിചാരിക്കരുത്. ഇപ്പോഴെങ്കിലും തുടങ്ങിക്കോണം ഒരു ആത്മീയമായ ഒരു അടുപ്പം. അതെന്താണ്? അത് ദൈവം തന്ന ഒരു ജീവിതം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ജീവിച്ചു. ദൈവമേ നിനക്ക് തന്നെ ആ ജീവിതം തിരിച്ചു തരുന്നു എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ കർത്താവിൻ്റെ ദൈവ സാന്നിധ്യ സ്മരണയിലൊക്കെ കൂടുതൽ ജീവിക്കുന്ന ഒരു കാലം. ഇത് 3 വളരെ പ്രധാനപ്പെട്ടതാണ്. ശാരീരികമായ അടുപ്പവും മാനസികമായ അടുപ്പവും ആത്മീയമായ അടുപ്പവും. പക്ഷെ നമ്മുടെയൊക്കെ പലരുടെയും പ്രശ്നം ആ ശാരീരികമായ അടുപ്പത്തിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒരടുപ്പവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മാനസികമായ അടുപ്പമൊന്നും വർദ്ധിക്കുന്നില്ല. 25-ാം വർഷം വിവാഹത്തിൻ്റെ 25-ാം വർഷം ആഘോഷിക്കുന്ന ദമ്പതികൾക്കും സംശയമാണ് എന്നതാണ്. അത് ഞാൻ ഇപ്പോഴും എന്നോട് തന്നെയാണ് അദ്ദേഹം 25 വർഷമായി വിട്ടുതാമസം തുടങ്ങിയിട്ട്, പക്ഷെ ഇതുവരെ മാനസികമായ അടുപ്പം തുടങ്ങിയിട്ടില്ല. നമുക്ക് ഈ വളർച്ചയുടെ ഒരു അനുഭവം, ബന്ധത്തിലെ ഒരു വളർച്ച, അത് ശാരീരികമായ അടുപ്പത്തിൽ നിന്ന് മാനസികമായ അടുപ്പത്തിൽ ആത്മീയമായ ആ ആത്മീയമായ അടുപ്പത്തിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് ബ്രഹ്മചര്യമൊക്കെ എന്താണ് കൃത്യമായിട്ട് മനസ്സിലാവും. അതാണ് നമ്മുടെ ഹൈന്ദവ ചിന്തയിലുണ്ടല്ലോ. എന്താണ് ഗാർഹസ്ഥ്യവും ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വാനപ്രസ്ഥമാണ്. അവസാനം ദൈവത്തെ ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് എന്ന് പറയുന്നതുപോലെ ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്തോറും നമുക്ക് ഈ ദൈവാനുഭവം കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിനൊരു അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ വളർത്തിയ വഴികൾ, മക്കൾ ജനിച്ച വഴികൾ, ഇതെല്ലാം നമുക്ക്
അത് ഒരു വലിയ അനുഭവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ കുടുംബ ജീവിതത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും എല്ലാം കൃത്യമായിട്ട് ധ്യാനിക്കാം. നമ്മൾ ഏത് ഘട്ടത്തിലാണ് നമ്മളിപ്പോഴും ശാരീരിക തലത്തിൽ തന്നെയാണോ എന്ന്, അല്ലെങ്കിൽ മാനസിക തലത്തിലേക്ക് വളർന്നോ എന്ന്, ആത്മീയ ബന്ധത്തിലേക്ക് നമ്മൾ വളർന്നോ എന്നൊക്കെ ധ്യാനിച്ച് നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ കുർബാന